ഞങ്ങളുടെ വീട് യൂറോപ്യൻ സ്റ്റൈലിൽ മാത്രം നിർമ്മിതമായ സ്പെഷ്യൽ അടുപ്പുണ്ട്. അതിലാണ് ഞങ്ങൾ അരി വെക്കുന്നത്. പുലർക്കാലെ ബ്രഹ്മസമയം 4 മണിക്ക് മുമ്പ്, സൂര്യൻ പോലും അലറാൻ വെച്ച് എണീക്കുന്നതിന് മുമ്പ്, കാക്കക്കൂട്ടിൽ നിന്ന് കാക്കച്ചൻ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സദാ ഉറക്കം എണീക്കും. ഇപ്പൊ ഏകദേശം സമയം 7:54 ആക്ച്വലി ഞാൻ 9:30-9:45 ആകുമ്പോഴാണ് നോർമൽ ദിവസം എണീക്കുന്നത്. ഉണർന്ന ഉടനെ വെള്ള പശുവിന്റെ അകിടിൽ നിന്ന് വരുന്ന വെള്ള ക്ഷീരോ പാലെടുത്തോണ്ട് വന്ന് പാല് കാച്ചി കുടിച്ചില്ലെങ്കിൽ മനസ്സിനൊരു തൃപ്തിയാവില്ല ഉണ്ണിയോളെ. ഒരു പാലിന്റെ ഇത്ര എടുത്തിട്ടുണ്ട്. 3 പേർക്ക് ഇത്രയും പാല് മതിയായിരിക്കും. പിന്നെ കുറച്ച് വെള്ളവും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എന്റെ അനിയൻ, അവൻ എന്റെ മകനാ. അവനെ കൊണ്ട് ഞാൻ ഇന്ന് വരെ ഒരു കരിയില പോലും എടുപ്പിച്ചിട്ടില്ല. അങ്ങനെ പോത്തിലഴുക സോപ്പും ചകിരി എടുത്തിട്ട് വാ. എടാ നീ സോപ്പും ചകിരി എടുത്തിട്ട് വാടാ. മുത്തശ്ശി പറഞ്ഞു തന്ന 10-15 വർഷം മുമ്പുള്ള രസക്കൂട്ടുകൾ ഇട്ടൊരു കടലക്കറി ഞാൻ ഉണ്ടാക്കും. അതിന്റെ ഒരു ടേസ്റ്റ്. കടലക്കറി എങ്ങനെയുണ്ട്? കൊള്ളാവോ? സൂര്യമോനെ എരി ഉണ്ടോ? കണ്ണീന്നൊക്കെ വെള്ളം വരുന്നില്ല. ഹോട്ടലുകളിൽ മാത്രം കഴിച്ച് ശീലിച്ചിട്ടുള്ള, കഴിച്ചാൽ നാവും കൂടെ അങ്ങ് ഇറങ്ങിപ്പോകുന്ന രീതിയിലുള്ള ഒരു ബീട്രൂട്ട് മെഴുക്കുവരട്ടി ഉണ്ട്. എന്റെ സ്പെഷ്യലാ. അത് ഞാൻ ഇന്ന് ഉണ്ടാക്കി. കഴിച്ചു നോക്ക്, ചത്തു പോത്തില്ല. ബീട്രൂട്ടാ. ഇതൊക്കെ എന്തിരിക്കണു? ഇനി ഒരു മീൻകറി ഉണ്ട്. കടലിൽ കിടക്കുന്ന മീൻ വരെ വന്ന് എന്റെ ചട്ടി കിടക്കും. ഒന്ന് കറി വെക്ക് ചേച്ചി എന്ന് പറഞ്ഞ് അമ്മാതിരി മീൻകറിയാ ഞാൻ വെക്കുന്നത്. നമ്മളാരും എടുത്തില്ല, നമ്മളെല്ലാവരും അച്ചാറും കൂട്ടി കഴിച്ചത്. വേറെ 2 കൂടെ ഉണ്ടായിരുന്നല്ലോ. വൈകുന്നേരം ഒരു 4-4:30 ആവുന്ന ഉടനെ തന്നെ എനിക്ക് കുളിക്കണം. ദേഹത്ത് വൃത്തി എനിക്ക് ഭയങ്കര നിർബന്ധിയാ. ദിവസവും ഒരു 7-8 കറി ഇല്ലാതെ നമുക്ക് ഫുഡ് ഇറങ്ങത്തില്ല. ഞങ്ങളുടെ വീട്ടില് ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 8 കറിയെങ്കിലും ദിവസം കാണും. സോ ഫൈനലി നമ്മൾ ഇതിനകത്തോട്ട് വന്നു. അച്ചാരം കൂട്ടി കഴിക്കുകയാണ്. അച്ചാരം കൂട്ടി ചോറ് കഴിക്കുക അല്ലേ മഞ്ജു? കൃത്യം 9 മണിക്ക് ഞാൻ ഉറങ്ങും. 8 മണിക്കൂർ ഉറക്കം എനിക്ക് നിർബന്ധിയാ.